അതെ സുരേന്ദ്രൻ കുഞ്ഞ് വന്നു. എടി സുരേന്ദ്രൻ കുഞ്ഞ് വന്നു. ഞാൻ വരുന്നു. എന്താ നാടോ? കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണെന്ന്, അതുകൊണ്ടാ ഓടിയത്. അങ്ങനെ ഓടുമൊന്നും വേണ്ട. അല്ല പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത്? ജോലി ചെയ്യുന്നില്ലേ? എന്താ സാവിത്രി, സുഖമല്ലേ? ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. എന്താടോ? എന്റെ കുഞ്ഞ് ഇപ്പഴാ ജോലിക്ക് വന്നതെന്ന്. ഉച്ച കയറാൻ സമയം ഇത് കണ്ട സമയം നോക്കി. അത് പിന്നെ അങ്ങനെയല്ലേടോ? അത് ശരി. ചിലപ്പോഴൊക്കെ ഒന്ന് താമസിച്ചൊന്നു വരും. അത് ശരി. അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടയോ? അത് വേണം. സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലി കാണും. സാവിത്രി പോയി പണി ചെല്ലേ. പോയിക്കോ. പിള്ളേ, എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ. ചേച്ചി, നാളെയെങ്കിലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. ഈ കീറിയ പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് എങ്ങനെയാ? നോക്കട്ടെ, ഇന്ന് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരാം. കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, എനിക്കൂടെ തരുമോ? ഞങ്ങൾ പാവങ്ങളാണ്. പാവങ്ങളെ എനിക്കിഷ്ടം, അല്ലേടി? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാവിത്രി? എന്താ പറ. എനിക്കിത്തിരി കാശ് വേണമായിരുന്നു. കൂലി തീർക്കുമ്പോ ഞാൻ കടം വീട്ടിക്കൊള്ളാം. അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ. അമ്മ ഇന്ന് വന്നില്ലല്ലോ. അതിന് അമ്മ വരണമെന്നുണ്ടോ? എന്നോട് ചോദിച്ചാ പോരെ. സാവിത്രിക്ക് എത്ര കാശ വേണ്ടത്? ഞാൻ പിള്ളയോട് പറഞ്ഞേക്കാം. സാവിത്രിക്ക് ആവശ്യമുള്ള കാശ് വെച്ചു. ഞാൻ പറഞ്ഞേ. പ്രവീലേ, പ്രവീലേ, പ്രവീലേ. നാശം. എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ? കുറെ നാളായില്ലോ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖാവും അല്ലേ പ്രമീലേ? ആ, സുഖമാവും. മരുന്ന് കുടിക്കേ. ഇതെവിടെയുണ്ട്? ഇത് എവിടെയുണ്ടെന്ന്? ആ, അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ഇന്നലെ രാത്രി ആയിപ്പോയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ? ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. പ്രവീളെ, പ്രവീളെ. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ. സാത്രി, ആ പൂന്ന് ഒട്ടിച്ചേ. ഫ്ലവർ വൈസ് വെക്കാനേ. എന്താ സാത്രി? എനിക്കൊരു പേന വേണം, അമ്മയ്ക്ക് എഴുതാനാ. ആ മേശപ്പുറത്തുണ്ട്, എടുത്തോളൂ. സാത്രി, അതിൽ മഷി ഉണ്ടോ നോക്കിക്കേ. ഉണ്ട്. അയ്യോ, ഇത് പഴയ ഇല്ലെന്നാണല്ലോ. അയ്യോ, ഇതിലെഴുതിയാ പോവില്ലേ?
അമ്മ തന്നതാ. പോവും. എഴുത്തിടുമ്പോഴേ പോസ്റ്റ് ബോക്സിന് വായുണ്ടല്ലോ, അതിൽ പറഞ്ഞാ മതി ഇതെന്റെ അമ്മയുടെ തന്നെ കൊണ്ട് കൊടുക്കണേന്ന്. ആ, അമ്മയ്ക്ക് എഴുതുമ്പോഴേ ഇതുകൂടെ എഴുതിയേക്കണേ. ഇവിടെ സാവിത്രിക്ക് സുഖം തന്നെ, പിന്നെ എനിക്ക് സുഖം തന്നെ. ഇതാമേ, വഴിന്ന് പോസ്റ്റ്മാനെ കണ്ടു. സാവിത്രിയുടെ കത്തുണ്ടെന്ന് പറഞ്ഞു. ഓ, അതിനിപ്പോ എന്താ വേണം? എന്താ വിശേഷം? ദേ കിടക്കണോ വിശേഷം? അവിടെ അവൾക്ക് സുഖം തന്നെ, ഇവിടെ എനിക്ക് സുഖം തന്നെ, അവളുടെ തള്ളയ്ക്കും സുഖം തന്നെ, സുമതിക്കും സുഖം തന്നെ എന്ന് സസ്നേഹം. അവളുടെ അമ്മയുടെ സസ്നേഹം. അവൾക്കറിയാമല്ലോ ഇവിടുത്തെ സുഖം. ഇന്നലെ ഷാപ്പിൽ കടവ പറഞ്ഞത്. അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഒരു 25 രൂപ ചെറിയൊരു മണി ഓർഡറെങ്കിലും കൂടെ അയക്കാൻ മേലേ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സാവിത്രി, ഞാനൊന്നും ഓർത്തില്ല. അതങ്ങനെ സംഭവിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ സ്നേഹം എനിക്കിങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ, ഇനി ഇങ്ങനൊരു അനുഭവം ഈ വീട്ടിൽ സാവിത്രിക്ക് ഉണ്ടാവില്ല. സാവിത്രി, ഇവിടുന്ന് പോകരുത്. എന്നോട് ക്ഷമിക്കില്ലേ? എന്താ മോളെ? ഒന്നുമില്ലമ്മേ. നീ എന്താ ആലോചിച്ചിരിക്കുന്ന? ഒന്നുമില്ലമ്മേ. വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ? ഇല്ല. എന്നാ നീ വേഗം കുളിക്കാൻ നോക്ക്. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വേഗം വാ. സാവിത്രി, സാവിത്രിക്ക് എന്നോട് വെറുപ്പാണ്. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു സാവിത്രി വാതിൽ തുറക്കില്ലെന്ന്. പേടിക്കണ്ട, എനിക്ക് സാവിത്രി എന്തിഷ്ടമാണെന്നോ. വേണ്ട. സാവിത്രി എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിന് ആ ഓർമ്മയ്ക്ക് സാവിത്രി എന്താണെന്ന് എനിക്ക് തരിക? ഞാൻ എന്ത് ചോദിച്ചാലും അത് തരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ പാവങ്ങളാണ്. എന്നെ ഉപദ്രവിക്കരുത്. സാവിത്രിക്ക് തെറ്റി. എനിക്ക് മറ്റൊന്നും വേണ്ട. ഇതിലൊന്ന്, ഒരു വള, ഇത് മതി. എന്നും സാവിത്രിയുടെ ഓർമ്മയ്ക്ക്.
സാവിത്രി വാതിലടിച്ച് കിടന്നോളൂ. സാവിത്രി, ഇവൻ എന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത്? ഈ കാളവണ്ടിക്കാരൻ ദേ, ഇതൊന്നും നല്ലതല്ല, നമുക്ക് കയറുന്നതല്ല. എനിക്ക് എന്റെ ആങ്ങളെ പോലെയാ. ആങ്ങളെ പോലെ? ആങ്ങളെ അല്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കൂ? അടുത്ത വീട്ടിലെ ഒരു കാളവണ്ടിക്കാരൻ. നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു. ആ ബന്ധം അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. എനിക്ക് സാവിത്രിയെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. സാവിത്രി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നാളെ ഇവിടുത്തെ ഗ്രഹനായികയാകേണ്ടവളാണ് നീ. ഞാൻ പറഞ്ഞ സത്യമാണ്. അങ്ങനെയുള്ള നീ ഈ ചുറ്റുപാടുള്ളവർ നിന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങും. അതെനിക്ക് സഹിക്കില്ല സാവിത്രി. പിന്നെ നിന്റെ ഇഷ്ടം. എന്തിനാ ഇതെടുത്തത്? ഞാനിതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. സാവിത്രി എനിക്കെന്നത് ഈ കുപ്പിവളയാണ്. ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കട്ടെ. ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്.